ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞങ്ങൾ ഇന്ന് നമ്മുടെ കൊച്ചിയിലെ കടമ്പറ ആറ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ ഈവനിങ്ങിന് പുറപ്പെട്ടത്. ഒരു നല്ലൊരു പ്രകൃതി വൈബുള്ളൊരു സ്ഥലമാണ് കടമ്പറയാറ്. അത് കൊച്ചിയിലെ തൃക്കാക്കര ഭാഗത്താണ്. നമ്മുടെ കൊച്ചിയിലെ നഗരങ്ങളിലെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാനും നല്ല ഭംഗി പ്രകൃതിയോട് അലിഞ്ഞു ചേരാൻ ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു ഈവനിങ് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ കടമ്പറയാറ്. ആറാണ്. പിന്നെ സൂര്യാസ്തമയം എല്ലാം അവിടുന്ന് കാണാൻ പറ്റും. അവിടെ തന്നെ ഒരു യൂറോടെക് എന്ന് പറഞ്ഞ ഒരു കപ്പൽ ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. ഒരു കപ്പലിൻ്റെ ആകൃതിയിലുള്ളൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെ. അപ്പോൾ ഇതൊക്കെയാണ് കടമ്പറയാറിൻ്റെ ദൃശ്യങ്ങൾ. നല്ലൊരു ഈവനിങ് സായാഹ്നം നമ്മൾക്ക് ഇവിടെ ചിലവഴിക്കാം. കുറച്ചൊക്കെ നടന്ന് നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് നല്ല പച്ചപ്പും പിന്നെ തോടും വെള്ളവും നല്ല പ്രകൃതിയും നല്ല വായുവും ഒക്കെ ശ്വസിച്ച് കുറച്ച് സമയം തിരക്കുകളിൽ നിന്നെല്ലാം മാറി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ റിലാക്സ് ആകാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ കടമ്പറ ആറ്. അപ്പോൾ ഞങ്ങൾ കുറേ സമയം അവിടെയൊക്കെ കുറച്ച് സമയം നടന്ന് സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ നാട്ടിൻപുറത്തെ പോലെ തന്നെ കൊച്ചിയിലും ഉൾപ്രദേശങ്ങളൊക്കെ ഇങ്ങനെയുള്ള കൊച്ചിയിലും ഉണ്ട് കേട്ടോ ഒരുപാട് സ്ഥലങ്ങൾ. അപ്പോൾ സൂര്യാസ്തമയമാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. നമുക്ക് അവിടെ കുറേ നടപ്പാതകളുണ്ട്. പിന്നെ ബ്രിഡ്ജുണ്ട്. തൂക്കുപാലം പോലെയുള്ള ബ്രിഡ്ജാണ്. പിന്നെ അവിടെ കുറേ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കുറേ സമയം അവിടെ നമുക്കിങ്ങനെ സ്പെൻഡ് ചെയ്യാം. ഈ പച്ചപ്പ് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു കുളിർമയാണല്ലേ. നമ്മുടെ നഗരത്തിൽ എത്ര തിരക്കുകളിൽ പെട്ടാലും അവിടെ നിന്നെല്ലാം ചിലപ്പോൾ നമ്മൾക്ക് ഒഴിഞ്ഞ ഒരു ഭാഗത്ത് ഇങ്ങനെ ശാന്തമായിട്ടിരിക്കാൻ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കില്ലേ. ആ സമയത്തൊക്കെ ഒന്ന് വന്നിരുന്ന് കാറ്റ് കൊണ്ടേ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കൊച്ചിയിൽ വരുന്നവർക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ കടമ്പറയാറ് നല്ലൊരു സ്ഥലമാണ്. നല്ലൊരു സെലക്റ്റീവായൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ തോട്ടിൽ നിന്ന് ചിലരൊക്കെ മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളം കണ്ടിട്ട് അത്രയ്ക്ക് വൃത്തിയൊന്നും തോന്നുന്നില്ല. പക്ഷെ ചിലരൊക്കെ ആ തോട്ടിൽ നിന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുറേ വില്ലകൾ കാണുന്നുണ്ട് കേട്ടോ. റെസിഡൻഷ്യൽ വില്ലയാണെന്നാണ് തോന്നുന്നത്. നല്ല വൈബാണല്ലോ. ഈ തോടിൻ്റെ ആറിൻ്റെ അരികിൽ ഇങ്ങനെ റെസിഡൻഷ്യൽ വില്ലകളൊക്കെ നല്ല വൈബാണ്. അതിൽ താമസിക്കുന്നവർക്കൊക്കെ നല്ല അനുഭവങ്ങളാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ മഴക്കാലമായാൽ പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും താമസിക്കാനും കഴിയില്ല കേട്ടോ. വെള്ളം എല്ലാം കയറി പിന്നെ കൊതുകിൻ്റെ ശല്യമൊക്കെ നല്ലോണം ഉണ്ടായിരിക്കാനാണ് സാധ്യത കണ്ടിട്ട്. അപ്പോൾ അവിടെ നമ്മൾക്ക് ഇങ്ങനെ കുറേ നടപ്പാതകളുള്ളതുകൊണ്ട് നടക്കാം. ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മനസ്സിന് നല്ലൊരു റിലാക്സാണ് കിട്ടുക. അപ്പം ഞങ്ങളവിടെ ഇങ്ങനെ പിന്നെ വണ്ടർലാൻഡ് തൊട്ടടുത്താണ് കേട്ടോ. നമ്മുടെ വണ്ടർല ഉണ്ടല്ലോ പാർക്കിന് തൊട്ടടുത്താണ് ഈ കടമ്പറ ആറ് വരുന്നത്.
പിന്നെ ദേ യൂറോടെക്കിൻ്റെ കപ്പൽ ബിൽഡിംഗ് ആണ് കേട്ടോ കാണുന്നത്. പിന്നെ അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ. പക്ഷേ അവിടെ എന്താണെന്നറിയില്ല, അന്ന് അവിടെ ഓപ്പൺ അല്ലായിരുന്നു. പിന്നെ നമുക്ക് ടീ കുടിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ കോമ്പൗണ്ടിൻ്റെ പുറത്തേക്ക് പോകണം. നല്ലൊരു വൈബുള്ളൊരു ടീ ഷോപ്പാട്ടോ, കാണാനൊക്കെ നല്ല സെറ്റപ്പാണ്. പക്ഷെ അവിടെ അന്ന് ഓപ്പൺ ആകാതിരുന്നതിൻ്റെ കാരണം ഞങ്ങൾക്കറിയില്ല. അവിടെ ബോട്ട് സർവീസ് നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. അന്ന് അവിടെ ബോട്ട് സർവീസ് നടക്കുന്നില്ല കേട്ടോ. ആ കപ്പൽ ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ബോട്ട് സർവീസ് ഉണ്ട്. ചിലരെല്ലാം അവിടെ ഷൂട്ട് ചെയ്യാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല പ്രകൃതി ഭംഗിയുള്ളത് കൊണ്ട് ഷൂട്ട് ചെയ്യാനൊക്കെ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ ഇതാ നടപ്പാതേൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗി കിട്ടും. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വരാനായപ്പോൾ ഏകദേശം രാത്രി ആവാനായിട്ടോ. ഈവനിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് വൈബാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം ഞങ്ങൾ കരുതി പുറത്ത് വന്നപ്പോൾ ഇനി ഒരു ടീയോ എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ എന്ന് കരുതി. അവിടെ ഒരു ടീ ഷോപ്പ് കണ്ടു കേട്ടോ. റോഡ് സൈഡിൽ തന്നെ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ എല്ലാ ഐറ്റംസ്, ഐസ്ക്രീം ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഒരു ആവിൽ മിൽക്ക് കഴിച്ചു. ഇതാ വണ്ടർലയിലെ ലൈറ്റ് വൈബാണ് കേട്ടോ ആ കാണുന്നത്. നൈറ്റ് ആയപ്പോൾ നല്ല വ്യൂ ഉണ്ട് കാണാൻ. വണ്ടർലയാണ് ആ കാണുന്നത്. അങ്ങനെ ഗൈസ് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. ഓക്കെ ബൈ.